ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയമായും വികസന നയത്തിലും നിലപാടിലും എല്ലാം 100% പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ അവശേഷിക്കുന്ന ഒരു അസ്ഥികൂടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൂടി പൊളിഞ്ഞു വീഴും. ഈ മുനിസിപ്പാലിറ്റി UDF അതിശക്തമായി തിരിച്ചുപിടിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടത്തും അതിന്റെ തിരക്കുകളിലാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. ഇവിടെ പെരിന്തൽമണ്ണയിലെ ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഞങ്ങളോട് ഒരു കാര്യം പ്രതികരിച്ചു. അദ്ദേഹം കുറെ തെളിവുകൾ കാണിച്ചു തന്നു. അതായത് ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്ന അദ്ദേഹത്തിന്റെ മാമനോ ആരുടെ വോട്ട് പോലും വെട്ടിയിരിക്കുന്നു. അത് 100-ൽ ചില്ലാനം വോട്ടുകൾ വെട്ടിയിട്ട് ഒരു വോട്ടുചോരി തന്നെ നടന്നിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സംഭവത്തെ ആദ്യം തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വിളിച്ച് MLA നജീബ് കാന്തപുരം MLA ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നു. ഇപ്പോഴത് പ്രത്യക്ഷത്തിൽ വളരെ വ്യക്തമായ തെളിവോട് കൂടിയാണ് ലീഗ് കമ്മിറ്റി അത് ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. മാത്രമല്ല 27-ാം തീയതി നഗരസഭ വളയുന്ന ഒരു സംവിധാനത്തിൽ അപ്പൊ രാഷ്ട്രീയം, അതായത് രാഷ്ട്രീയം എല്ലാവർക്കും ആവും, തെരഞ്ഞെടുപ്പും വരും. പക്ഷെ തെരഞ്ഞെടുപ്പിൽ സുതാര്യത വേണമെന്നുണ്ട്. ഇത് അങ്ങനെ അല്ലാതായി പോകുന്നുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ? അല്ല, എന്താ വെച്ചാൽ ഇതിൽ ഒന്നാമത്തെ കാര്യം, CPIM-ന് ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നുവെന്ന നല്ല വിശ്വാസത്തിലേക്ക് അവർ വരികയാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ ജനങ്ങളുടെ വോട്ട് കൊണ്ട് നേരെ ഇലക്ഷൻ നടന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടായതുകൊണ്ട്, ആത്മവിശ്വാസം പൂർണ്ണമായും ചോർന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നേരത്തെ തന്നെ നമ്മൾ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഇവിടെ വിപുലമായിട്ട് പല വാർഡുകളിലും നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പോലും ഇല്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് വോട്ടൊരു ഭാഗത്ത് ചേർക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ വലിയ പരാതി കൊടുത്തു. ആ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്, കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. ഇതേ സമയം നിലവിലുള്ള വോട്ടർമാരെ പൂർണ്ണമായും കൂട്ടത്തോടെ വെട്ടി ഒഴിവാക്കുന്ന പരിശ്രമവും നടക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ഇപ്പോൾ ജബ്ബാർ ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന ഒരു എക്സിക്യൂട്ടീവ് രംഗത്ത് പ്രവർത്തിച്ച ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ പേര് പോലും ഇവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 2025 ഡിസംബറിൽ അധികാരമേൽക്കുന്ന ഭരണസമിതി UDF-ന്റേതായിരിക്കും. ആ ഭീതിയാണ് ഇപ്പോ CPM-നെ അലട്ടുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, രാഷ്ട്രീയമായും വികസന നയത്തിലും നിലപാടിലും എല്ലാം 100% പരാജയപ്പെട്ട ഒരു സർക്കാരിൻ്റെ അവശേഷിക്കുന്ന ഒരു അസ്ഥികൂടമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൂടി പൊളിഞ്ഞു വീഴും. ഈ മുനിസിപ്പാലിറ്റി UDF അതിശക്തമായി തിരിച്ചുപിടിക്കും. ജനാധിപത്യം വളരെ സന്തോഷകരമായ രീതിയിൽ, അതായത് മാതൃകാപരമായ രീതിയിൽ, വളരെ ഇത്തരം തട്ടിപ്പുകളൊന്നും ഇല്ലാത്ത രീതിയിലാവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അത് എനിക്കായാലും MLA-ക്കായാലും എല്ലാവർക്കും. ഇങ്ങനെ വോട്ടുചോരി, ഇപ്പൊ രാഹുൽ ഗാന്ധി ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഈ വള്ളുവനാടന്റെ സ്ഥിരാകേന്ദ്രം, അപ്പൊ നമുക്കൊക്കെ അഭിമാനത്തോടെ നമ്മൾ പറയുന്നതാണ് EMS-ന്റെ നാടെന്നൊക്കെ പറയും. അല്ലെങ്കിൽ മഹാന്മാരായ ഒരുപാട് പേര് ജനിച്ചു വളർന്ന വലുതായ ആ നാടാണ്. ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഭൂഷണമല്ല. MLA പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് അത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പരാജയത്തിന്റെ പരാജയ ഭീതി കൊണ്ടാകാം എന്ന് MLA-യുടെ വാക്കുകളിൽ നിന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. ഏതായാലും അത്തരം സംഭവങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്കും ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായാലും ഡിസംബർ 20-25 ഡിസംബർ 20 കഴിഞ്ഞ് അധികാരം ഏൽക്കുന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണയിൽ UDF-ന്റെ ഒരു ഭരണകൂടമായിരിക്കും നഗരസഭയിൽ അധികാരമേൽക്കുക എന്ന് ഉറപ്പിച്ചു പറയുകയാണ് നജീബ് കാന്തപുര. ഏതായാലും താങ്കളുടെ ആത്മവിശ്വാസം പോലെ താങ്കളുടെ പ്രവൃത്തി UDF-ന്റെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായ ശ്രമം വിജയിക്കുമെങ്കിൽ എല്ലാ ആശംസയും നേരുന്നു. അത് താങ്കളുടെ പ്രതീക്ഷ പോലെ സംഭവിച്ചാൽ താങ്കൾക്ക് അഭിമാനിക്കാം. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.